Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, എന്നാൽ അതൊരു ടെമ്പററി ബ്രേക്കപ്പ് മാത്രമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ചെയ്യാനും അത് വീണ്ടും ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പായി തന്നെ മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എസ്പെഷ്യലി കുറച്ച് സൈൻസ്, ക്ലിയർ ആയിട്ടുള്ള സൈൻസ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്ലിയർ സൈൻ ആണ് ദേ ആർ സ്റ്റിൽ സിംഗിൾ. അവര് മറ്റൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ ആയി തന്നെ ആയിരിക്കും തുടരുന്നുണ്ടായിരിക്കുക. ഇതാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു സൈന്. ഇനി ഈ ഒരു സൈൻ കൊണ്ട് മാത്രം നമുക്ക് ഇത് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇനി പറയാൻ പോകുന്ന സൈൻ കൂടിയുണ്ട്. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ദേ ആർ ട്രൈങ് ടു കോണ്ടാക്ട് യു. അതെന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റർ ഉണ്ടാക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ നിലവിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. എന്നിരുന്നാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങളുമായിട്ട് വീണ്ടും ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു ക്ലിയർ സൈൻ. ദേ ആർ റിയലി വാണ്ട് ടു മെയിൻറ്റെയിൻ ദാറ്റ് കോണ്ടാക്ട് അഗെയിൻ. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കാണാനിടയായാൽ അവർക്ക് പെട്ടെന്ന് അവർ സ്ട്രെസ് ആവുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്ലൈറ്റ് ജലസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. ഞാൻ നേരത്തെ സൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവർ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ അപ്ഡേറ്റ്സ് അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ ഇത്തരത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ്സിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തി അതിൽ അവർക്ക് സ്ട്രെസ് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പൊ സിംഗിൾ അല്ലേ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് അവർക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ജലസ് ഫീൽ ചെയ്യുകയോ, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വർദ്ധിക്കുകയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന്. ആക്ച്വലി അവർ വീണ്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഇൻട്രസ്റ്റഡ് ആണ് എന്നതിന്റെ. ഫൈനലി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കാം. അതിൽ സ്വീറ്റ് മെമ്മറീസ് ഉണ്ടായിരിക്കാം, ഒരു പക്ഷെ ആ ഒരു ബ്രേക്കപ്പിലേക്ക് ലീഡ് ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള ഒരു റീസണും ഉണ്ടായിരിക്കും. എന്താണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ അവർ സ്റ്റിൽ അവരുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, അത് പ്രകടമാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സൈന്. അതായത് അവർ സ്റ്റാറ്റസിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ്, അവർ സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ അവർ സ്റ്റാറ്റസ് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അറിയിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന്. ഇതൊരു ക്ലിയർ ആയിട്ടുള്ള സൈനാണ്. ചില ആളുകൾ ഇത് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയും, ചില ആളുകൾ ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. രണ്ട് രീതിയിലാണെങ്കിലും റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ. സോ ഇത്രയും സൈൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി പാച്ചപ്പ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്ന്, അല്ലെങ്കിൽ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ ക്ലിയർ ആയിട്ടുള്ള സൈൻസ് ആണ്. കാരണം പലപ്പോഴും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ആക്ച്വലി ഞങ്ങൾ ബ്രേക്കപ്പ് ആയതായിരുന്നു, പക്ഷേ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിപ്പോയി, അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞേനെ, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് ബ്രേക്കപ്പ് ആയി, പക്ഷെ ആ റിലേഷൻഷിപ്പിന് ഒരു പക്ഷെ വീണ്ടും ആയുസ് ഉണ്ടായിരിക്കാം. ഒന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലൊക്കെയാണ് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും ആ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്